നിംസ് 777 ടാറോ റീഡിംഗിലേക്ക് സ്വാഗതം. നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് ഇന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാർഡ്സിലൂടെ കാണിക്കുന്നത്. 4 ഓഫ് കപ്സ് കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്. മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവസരം നഷ്ടപ്പെടുത്തിയതിൽ അവർ അതിയായി വേദനിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ അത്രയേറെ ഇപ്പോൾ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്, നിങ്ങളുടെ ഓർമ്മകളിലൂടെ പോകുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ മൊത്തമുള്ള റിച്ച് ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. എംപ്രസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എംപ്രസ് കാർഡ് പറയുന്നത് ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്, മദർഹുഡിനെയാണ് ഈ കാർഡ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ബന്ധത്തിൽ, ഈ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഒരു പുതിയ തുടക്കമായിട്ട് തന്നെയാണ് ഈ ബന്ധത്തെ യൂണിവേഴ്സ് കാണുന്നത്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. 9 ഓഫ് വാൻഡ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ആക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് ഇവിടെ വാൻഡ്സ് കാർഡിലൂടെ പറയുന്നത്. കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. അവരിലെ ഫൈനൽ പുഷിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടും നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങൾ എന്ന വാണ്ടിനെ മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ എന്ന വ്യക്തിയിൽ അവര് അത്രയേറെ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസിനെ മാറ്റിവെച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് അവർ അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യുകയാണ്. അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഉറച്ച തീരുമാനത്തെയാണ് കാർഡ്സ് പറയുന്നത്. ഫോർ ഓഫ് പെന്റക്കിൾ പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സപ്പോർട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അബണ്ടന്റ് ആയിട്ട് തയ്യാറായിക്കോളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവും ഈ കാർഡ് പറയുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാല്, നന്ദി എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാകും എന്നാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം.